ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇടയ്ക്കിവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു. ഇപ്പം എന്തായാലും മഴയൊക്കെ മാറി, അത്യാവശ്യം നല്ല വെയിലും ഒക്കെ ആയി. ഇപ്പോൾ സമ്മറൊക്കെയാണ്, നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ ഇന്നൊരു കാവനിലുള്ള ഒരു പ്ലാന്റ് നേഴ്സറി ഉണ്ട്, അപ്പോൾ അവിടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറേ നാളുകൊണ്ട് ഞങ്ങൾ പോകണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. Then at the roundabout, turn right. Be the group chat hero with Turn right onto Bishopsgate Street. ഇതിവിടെ മുള്ളുങ്കല്ല പള്ളിയാണ്, അതിൻ്റെ അടുത്താണ് ആദിയുടെ സ്കൂള്. നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോ 3/4 മണിക്കൂറോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്കിങ്ങനെ എല്ലാം ഇങ്ങനെ നല്ലതായിട്ട് ബ്രൈറ്റായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം ഒരു ക്ലൗഡി ആയിട്ടൊരു മൂടി കെട്ടിയ അവസ്ഥയാണ് മിക്കപ്പോഴും ഇവിടെ. ഇന്നെന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. മറ്റല്ലെങ്കിൽ എപ്പോഴും ഒരു ചെറിയ തണുപ്പും എല്ലാം ഒരു മൂടി കെട്ടിയ അവസ്ഥയായിരുന്നു. ഇതൊന്നും ഇത്ര ബ്രൈറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പം നല്ല കാലാവസ്ഥയായതുകൊണ്ട് നമുക്കെല്ലാം ഇങ്ങനെ നന്നായിട്ട് കാണാൻ പറ്റും. ഇത് കണ്ടോ, വഴികളിൽ സൈഡിലൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഈ മരങ്ങൾ ഒത്തിരി എത്ര വളർന്നാലും ഉണ്ടല്ലോ, ഇവരാ പോകേണ്ട വഴിയുടെ അതിനനുസരിച്ച് അവർ ആ മരം ഇങ്ങനെ വെട്ടി നിർത്തും. മരം കംപ്ലീറ്റ് മുറിച്ച് കളയത്തില്ല. കണ്ടോ, ആ ഒരു എൽ ഷേപ്പിൽ അതിനിങ്ങനെ വെട്ടി നിർത്തും. നല്ല രസം അത് കാണാൻ. നമ്മൾ ഓൾമോസ്റ്റ് എത്തി കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയാണ് ആ കാണുന്നതാണ് നഴ്സറി. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, അവിടെ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് നോക്കാം ഇങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന്. ആക്ച്വലി ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. നമുക്ക് റോഡ് സൈഡ് വരുമ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ സൈഡിൽ തന്നെ വേറൊരു എൻട്രി ഉണ്ട്, അതുവഴിയാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഇതാണിത്, ചെറിയൊരു എൻട്രി ഉണ്ട്, ചെറിയൊരു ഗേറ്റ് വേ ആണ്. അപ്പോൾ അതിലേക്ക് കയറി നമുക്കത് അതിനകത്തേക്ക് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാമേ. നമുക്കെന്തായാലും നോക്കാം എന്തൊക്കെയാണ്. കുറേ ചെടികളുണ്ടെന്ന് തോന്നുന്നു, ഒത്തിരി ഉണ്ട് ചെടികൾ. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. കുറച്ച് ചെടികൾ നമ്മുടെ നാട്ടിലെ ചെടികൾ പോലെ ഉണ്ട്. അതായത് റെഡ് കളർ കാണുന്ന നാട്ടിൽ കാണുന്നതാണ്. ഇത് ലാവൻഡർ കേട്ടോ, ഇങ്ങനെ ലീഫായിട്ട് നിന്നത്. പിന്നെ കുറേ കളർ ലീഫായിട്ടൊക്കെയുള്ള ചെടികളൊക്കെ ഇല്ല, അങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ കുറേ ചെടികളുണ്ടല്ലോ ഇവിടെ. എനിക്ക് തോന്നുന്നു ഈ അതിനെ എന്താ പറയുക, മോഡിഫൈ ചെയ്തെടുക്കുന്ന നമ്മുടെ നാടൻ ചെടികളുണ്ടല്ലോ, നമ്മൾ പുറത്തൊക്കെ കാണുന്ന ചെടികൾ, അതിനെ അവർ മോഡിഫൈ ചെയ്തെടുത്തിട്ട് അതിനെ മാറ്റുന്ന പോലത്തെയൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു വെറൈറ്റി ലീഫും പ്ലാന്റ് പൂക്കളൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നും. ഈ ചെടിയൊക്കെ എൻ്റെ കയ്യിലുള്ളതായിട്ടോ, ഈ വൈറ്റ്. കുറച്ച് ചെടികളൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ്. ഇതൊക്കെ നമ്മൾ എന്താ പറയുന്നത്, ബോൾസം എന്നല്ലേ എന്നെ പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള ചെടികളുണ്ട്. ചൈനീസ് ബോൾസം എന്ന് പറയത്തില്ലേ, അങ്ങനത്തെ ചെടി അത്. പിന്നെ എല്ലാം ഇതാണ്, വ്യത്യസ്തമായ കളറാണ് എല്ലാത്തിൻ്റെയും. ബ്രൈറ്റ് കളറ്, നല്ല റെഡും നല്ല റോസും, നല്ല ക്രീമൊക്കെ ആണെങ്കിൽ നല്ല ലൈറ്റ് ക്രീമും നല്ല ലൈറ്റ് വയലറ്റും, അങ്ങനെയൊക്കെയുള്ള നല്ല ഭംഗിയാണ്. മൊത്തത്തിൽ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സിൻ്റേതും ഒക്കെയുള്ള തൈകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, അതെല്ലാം മൊത്തത്തിൽ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. എത്രയാ ചെടികളിരിക്കുന്നത്, ഇതിലൊരെണ്ണം സെലക്ട് ചെയ്യുക എന്ന് പറയുന്നൊരു ബിഗ് ടാസ്ക്കാണ്. എനിക്ക് എല്ലാ ചെടിയും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കൂടുതലും നോക്കുന്നതേ ഇപ്പം എന്താ പറയുന്നത്, ഈ ഒരു സീസണിൽ മാത്രമല്ലാതെ ഇങ്ങനെ എല്ലാ സീസണിലും നിൽക്കുന്ന പോലത്തെ ചെടികളുണ്ടല്ലോ, ലൈഫ് ലോങ് ആയിട്ടൊക്കെ നിൽക്കുന്ന ചെടികളിലെ ഈ ഹാങ്ങിങ്
പോട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിലേതെങ്കിലും ഒരു ഹാങ്ങിങ് പോട്ട് എടുക്കണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. പിന്നെന്താ, ചില ചെടികൾ ആ ഒരു സീസണിൽ നിന്നിട്ട് അങ്ങ് പോവുമല്ലോ. അപ്പം അങ്ങനെയല്ലാതെ കുറച്ച് നാൾ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ടൈപ്പ് ചെടി എടുക്കണമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എന്തായാലും എല്ലാ ചെടിയും രസമുണ്ട് കേട്ടോ. ഓരോ പൂക്കൾ എന്ത് രസമാണ് പൂക്കൾ കാണാനല്ലേ, എന്തോരം ബ്രൈറ്റ് കളറാണ്. അതിൻ്റെ ഫെർട്ടിലൈസറും ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഒക്കെ അതിൻ്റെ കൂടെ ബാക്കിയുള്ള സീഡും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. നമുക്ക് എന്തെങ്കിലും ഒരു ഹാങ്ങിങ് പോട്ട് വാങ്ങണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു നല്ല 1-2 പ്ലാന്റും എടുക്കണം. പക്ഷെ കാണുമ്പോൾ എന്താ രസമല്ലേ, എന്ത് കളറാണ് ഇഷ്ടം. ഇതിൻ്റെ വേറെ കുറച്ച് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതും പിന്നെ അത്യാവശ്യം നെക്സ്റ്റ് ഇയർ കിളിച്ച് വരുന്ന കേട്ടോ. അപ്പം അങ്ങനെ ഏതെങ്കിലും ഉള്ളതൊക്കെ നോക്കുകയാണ്. ഇത് കണ്ടോ, അതിനകത്ത് 3-4 കളേഴ്സ് ഉണ്ട്. ഇത് ചൈനീസ് ബോൾസം പോലെയുള്ള പല പല കളറിൽ. അപ്പോൾ ഇവർ തന്നെ ഇങ്ങനെ മിക്സായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. നമുക്കിനി അല്ലെങ്കിൽ ഒന്നായിട്ടുള്ള വാങ്ങിയിട്ട് സെറ്റായിട്ട് വെക്കാം. അവർ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തുള്ള രീതിയിൽ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് വേണേലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് സെലക്ട് ചെയ്യാം. ചെടിയെല്ലാം കണ്ടപ്പോൾ ശരിക്കും കൺഫ്യൂഷനായി ഏതെടുക്കണമെന്ന്. നോക്ക്, ഡാലിയ ഉണ്ടോ, എന്ത് ബ്രൈറ്റല്ലേ ഈ കളർ. നോക്ക് എന്ത് രസമാണ്. ഇത് നമ്മുടെ കണ്ണാടി ചെടിയില്ലേ, അതാണ് അത്. പക്ഷെ അധികം അങ്ങനെയല്ല, അലോവേര നിൽക്കുന്നു. ഏതെടുക്കുമല്ലേ, ടോട്ടൽ കൺഫ്യൂഷനാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡോറ് കയറുമ്പോൾ ഉള്ള ഡോറിൻ്റെ സൈഡിൽ എന്തെങ്കിലും 2 പ്ലാന്റ് ബോക്സ് വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഏതെങ്കിലും 2 എടുക്കണം. എന്ത് വെറൈറ്റി ഡാലിയയുടെയൊക്കെ ഒരു വെറൈറ്റി അല്ലേ. ഞങ്ങളുടെ നേരത്തെ ഒരു റെഡ് കളറും ഒരു യെല്ലോ കളർ ഡാലിയ ഉണ്ടായിരുന്നു. പക്ഷേ അതിലെ റെഡ് വീണ്ടും ഞങ്ങൾക്ക് ഇത്തവണയും വീണ്ടും കിളിച്ചു. യെല്ലോ ഇതുവരെ കിളിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഡാലിയ തൽക്കാലം എടുക്കുന്നില്ല. ഹാങ്ങിങ് പോട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡോറിൻ്റെ സൈഡിൽ വെക്കാൻ ഏതെങ്കിലും 2 പ്ലാന്റ് ബോക്സ് എടുക്കണം. പിന്നെ ഏതെങ്കിലും 1-2 വെറൈറ്റി എടുക്കണം. അത്രേ ഉള്ളൂ എടുക്കുന്നത്. പക്ഷെ എല്ലാം എന്ത് ഭംഗിയല്ലേ. ഈ യെല്ലോ ഫ്ലവർ നോക്ക്, എന്ത് ബ്രൈറ്റല്ലേ. ഈ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോഴേ നമുക്ക് ഊട്ടിയിലെ ഗാർഡനിൽ കണ്ട ഒരു ചെടി ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പോലെ തോന്നും. പക്ഷേ റിയലാണ്. അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത്. ഇതും നമുക്ക് ഇൻഡോറിലും വെക്കാം, നെക്സ്റ്റ് ഇയറിലും നിൽക്കും കേട്ടോ. അതിൻ്റെ എൻ്റെ 2-3 വെറൈറ്റി ഇടയിലുണ്ട്. എന്തെല്ലാം വെറൈറ്റി ഡാലിയ കേട്ടോ. ഞങ്ങളിപ്പം ഏത് ഹാങ്ങിങ് ബോട്ട് എടുക്കുന്നൊരിതല്ലാണ്. ഞങ്ങൾക്കൊരു എന്താ പറയുന്നത്, ഒരു മെറൂണല്ല, വേറെ ഒരു കളറുണ്ട്. അതിനൊരു മജന്തയും മെറൂണും ഒക്കെ ഒരു മിക്സായിട്ടൊരു കളറ്. അങ്ങനെയുള്ളൊരു കളറിലൊരു ഫ്ലവർ ഉണ്ട് ഹാങ്ങിങ് പോട്ടിൽ, നമ്മൾ കുറച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ നോക്കി. ഏകദേശം ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരെണ്ണം കിട്ടി. 2 പ്ലാന്റ് ബോക്സൊക്കെ എടുത്തു. പിന്നെ 1-2 ചെടി എടുത്തു. ലാവൻഡറും അങ്ങനെ 1-2 സ്ട്രോബെറിയുടെ ഒരെണ്ണം ഇതൊക്കെ എടുത്തു. അങ്ങനെ ഇതൊക്കെയാണ്. എന്തായാലും ഞങ്ങൾ അതെല്ലാം എടുത്തു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാൻ തുടങ്ങി. അപ്പം നമ്മളടുത്ത് കഴിക്കാൻ കയറി. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിനി വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ എൻ്റെ ഗാർഡനിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇനി ഇവിടുന്ന് വാങ്ങിയ പുതിയ ചെടികളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് അതൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് സന്തോഷം തരുന്നെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ. സോ എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.